ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. കാര്യം മക്കളുടെ അടുത്ത് ഇപ്പം എല്ലാവർക്കും അറിയാം, മക്കളുള്ളവർക്ക് എല്ലാവർക്കും അറിയാമേ. പിള്ളേരുടെ അടുത്തുനിന്ന് വന്നിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഇതാണ്. നമുക്ക് എപ്പോഴും നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? അല്ല, എപ്പോഴും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ വീടൊക്കെ കൃഷി ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നാട് കുട്ടനാട്, ഇഷ്ടപ്പെടുന്ന എൻ്റെ മക്കളുടെ ജീവനാണ് കുട്ടനാട്. അപ്പോഴത്തേക്ക് നമ്മൾ പോയല്ലേ പറ്റൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇനി കുറേ ദിവസം കാണും മക്കളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള, അവർക്കും കാണും. അവളും പറയും അമ്മച്ചി പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം അവർക്കും. അമ്മമ്മ പോയി കഴിയുമ്പോൾ പേരക്കുട്ടിക്കും വിഷമമാവും. അതൊക്കെ സ്വാഭാവികം മാത്രം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ വന്നതെന്നാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഒരു 4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ 2 രീതിയിലും ഉള്ള വഴിയെ എളുപ്പം പോവാം വീട്ടിലേക്ക്. വേണം പാടത്തൂടെ നടന്ന് കയറിയാലും ഒരു 1/2 മണിക്കൂർ നടന്നാലും ചെല്ലാം. അങ്ങനെ ദൂരമുള്ളൂ. എന്നിട്ട് പോലും അമ്മ വന്ന് നിന്നിട്ട് പോകുമ്പോഴത്തേക്ക് എത്ര ദിവസം കരയുമെന്നറിയാമോ? എന്നിട്ട് ഞാൻ ഫോൺ ചെയ്യും, അച്ഛനെ വിളിക്കും. അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ കരയുമ്പോൾ അപ്പോൾ എൻ്റെ കരുത്തിൽ വെക്കുമ്പോൾ പറയാം, കുഞ്ഞ് കരയുന്നു, നമുക്ക് പോകാം കുഞ്ഞാങ്ങളെന്നും പറഞ്ഞിട്ട് ഒരു വിധത്തിൽ 2 ആഴ്ചയൊക്കെ ഒപ്പിച്ചിട്ട് പിന്നെയും വരും. അങ്ങനെയാണ്. ഞാനിപ്പോഴും ഓർക്കും. പക്ഷെ ഇപ്പം അച്ഛനും അമ്മയും ഇല്ല. പക്ഷെ എന്നാലും അവരുണ്ട് കൂടെ. എനിക്ക് ധൈര്യമായിട്ട്. സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യന്, സങ്കടങ്ങളുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഒരു കാറ്റായി തലോടലായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരോട് ആലോചിച്ച് തീരുമാനം എടുക്കാത്തുള്ളൂ. അപ്പോഴത്തേക്ക് അവർ നമുക്ക് ശരി പറഞ്ഞു തരുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പോട്ടെ കേട്ടോ. ബാംഗ്ലൂർ വിടുകയാണ്. പോകണം. എപ്പോഴാണ് മോനെ? 4:35 മൈസൂർ ആലപ്പുഴ എക്സ്പ്രസ് അതെല്ലാം പോകുന്നത്. അപ്പോൾ ശരി മക്കളെ, ഇനി ഞാൻ നമ്മുടെ നാട്ടിൽ ഇരുന്നിട്ട് കാണാം കേട്ടോ.